ഇതൊരു ലെങ്തി വീഡിയോ ആണ്. എൻ്റെ അമ്മ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ. ആദ്യം തന്നെ പറയട്ടെ, സെന്റ് മാത്യൂസ് ഒരു ഓർഫനേജോ ഓൾഡ് ഏജ് ഹോമോ അല്ല. സീനിയർ സിറ്റിസൺസിന് താമസിക്കാനുള്ള ഒരു റിട്ടയർമെന്റ് ഹോം അല്ലെങ്കിൽ ഹോളിഡേ ഹോമാണ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഓൾഡ് ഏജ് ഹോമും റിട്ടയർമെന്റ് ഹോമും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഫിനാൻഷ്യലിയും ഫിസിക്കലിയും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഏത് സ്ഥാപനത്തിലാണോ ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഒതുങ്ങിക്കൂടേണ്ട സ്ഥലത്തെയാണ് ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത്. ഇനി റിട്ടയർമെന്റ് ഹോം എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതെന്താന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോട്ടയം കല്ലറയിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ സിറ്റിസൺസിന്റെ റിട്ടയർമെന്റ് ഹോമാണ് സെയിന്റ് മാത്യൂസ്. ഗൂഗിളിൽ സെയിന്റ് മാത്യൂസ് കല്ലറ എന്ന് സെർച്ച് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കും. 8 ഏക്കറിലാണ് സെന്റ് മാത്യൂസ് ഹോം സ്ഥിതി ചെയ്യുന്നത്. 3 ഫ്ലോറിൽ ഒരു അപ്പാർട്ട്മെന്റ് സെറ്റപ്പിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവർ ഒന്നുകിൽ അമേരിക്ക, ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്നവരോ അല്ലെങ്കിൽ മക്കൾ എബ്രോഡ് ആയിട്ടുള്ള പേരൻസോ ആണ്. സഹോദരരായ 2 വൈദികരുടേതാണ് ഈ സെന്റ് മാത്യൂസ് ഹോം. ഇവരുടെ കാലശേഷം ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശം കോട്ടയം അതിരൂപതയ്ക്കുള്ളതാണ്. 3 തരത്തിലുള്ള റൂംസ് ആണ് ഇവിടെ ഉള്ളത്. സ്യൂട്ട് റൂം, ഡബിൾ റൂം ആൻഡ് സിംഗിൾ റൂം. ഈ കാണുന്നതാണ് സ്യൂട്ട് റൂം. ഹസ്ബൻഡിനും വൈഫിനുമാണ് ഈ റൂം അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ലിവിംഗ് റൂം, ഡബിൾ ബെഡ്റൂം, ഡ്രസ്സിംഗ് ഏരിയ ആൻഡ് ബാത്റൂം. ഈ സ്യൂട്ട് റൂം ബുക്ക് ചെയ്യണമെങ്കിൽ 15 lakhs ഡിപ്പോസിറ്റ് പ്ലസ് മന്ത്ലി കപ്പിൾസിന് 55,000 പ്ലസ് GST അറൌണ്ട് ഒരു 64,900 rupees വരും. ഇതാണ് ഡബിൾ റൂം. ഇതും കപ്പിൾസിനാണ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഡബിൾ ബെഡ്റൂം, ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം. ഡബിൾ റൂമിന് 12 lakh ഡിപ്പോസിറ്റ് പ്ലസ് കപ്പിൾസിന് പെർ മന്ത് 44,750 പ്ലസ് GST അറൌണ്ട് ഒരു 52,805 ആണ് മന്ത്ലി പേയ്മെന്റ്. ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ റൂമാണ്. അതായത് സിംഗിൾ റൂം. സിംഗിൾ ബെഡ്റൂം, ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം. ഈ റൂമിന് സിംഗിൾ ആയിട്ട് വരുന്നവർക്കുള്ളതാണ്. സിംഗിൾ റൂമിന് 10 lakh ഡിപ്പോസിറ്റ് പ്ലസ് മന്ത്ലി 24,750 പ്ലസ് GST അറൌണ്ട് 29,205 ആണ് പേ ചെയ്യേണ്ടത് മന്ത്ലി. ഇപ്പം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത് കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന പേയ്മെന്റ് സ്ട്രക്ചറാണ്. ഫ്യൂച്ചറിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് റിവൈസ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി ഈ പേയ്മെന്റിനുള്ളിൽ വരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. ഈ കാണുന്നതാണ് ഡൈനിങ് റൂം. ഒരു ടേബിളിൽ 4 ചെയർ മാത്രമേ വരൂ. അമ്മയ്ക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്പെഷ്യൽ ചെയറും കുഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡ്, കോഫി തൊട്ട് ഡിന്നർ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 times ആണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഫുഡ് മെനു. ആഴ്ചയിൽ 7 ദിവസവും റെപ്പിറ്റേഷൻ വരാതെയുള്ള മെനു ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും കാരണം ഡൈനിങ് റൂമിൽ വരാൻ പറ്റാത്തവർക്ക് റൂം സർവീസ് അവൈലബിൾ ആണ്. സ്പെഷ്യൽ പേയ്മെന്റ് ചെയ്താൽ മതി. എവറി 3 months റെസിഡൻസിന്റെ അഭിപ്രായം അനുസരിച്ച് മെനു ചേഞ്ച് ചെയ്യും. ഇനി ഈ മെനുവിൽ നിന്നും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റ്സിൽ നിന്നും പോയോ അതല്ല ഓർഡർ ചെയ്തോ കഴിക്കാവുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ സെന്റ് മാത്യൂസിൽ ഇൻഫോം ചെയ്താൽ അവർ ഫുഡ് അറേഞ്ച് ചെയ്തു തരും. പക്ഷേ എക്സ്ട്രാ പേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. റെസിഡൻസിന്റെ ആവശ്യാനുസരണം മന്ത്ലി ഫ്രീ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ബേസിക് നഴ്സിംഗ് കെയറും റുട്ടീൻ വൈറ്റൽസ് ആൻഡ് വെയിറ്റ് ചെക്കിങ്ങും ഉണ്ട്. പിന്നെ ഫ്രീ വൈഫൈ, ഡെയിലി ഹൗസ് കീപ്പിംഗ് സർവീസ്, ലോണ്ട്രി സർവീസ്, 24/7 സെക്യൂരിറ്റി, CCTV സർവിലൻസ് തുടങ്ങി കുടിക്കാനുള്ള ചൂടുവെള്ളവും തണുത്ത വെള്ളവും വരെ റൂമിൽ പ്രൊവൈഡ് ചെയ്യും. ഇതിനെല്ലാം പുറമെ എല്ലാ ഫെസിലിറ്റീസോടും കൂടി വിശാലമായൊരു ഹോം തിയേറ്ററും ഡെയിലി യോഗ ക്ലാസ്സും ലൈബ്രറിയും എല്ലാം ഈ പേയ്മെന്റിൽ ഉൾപ്പെടുന്നതാണ്. റെസിഡൻസിന് അവരുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയയും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് സെയിന്റ് മാത്യൂസിന്റെ ബാക്ക് യാർഡാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ റെസിഡൻസ് നടക്കാനും കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാനും ചൂസ് ചെയ്യുന്ന ഏരിയയാണിത്. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചാപ്പലാണ്. അത് പറയാനുള്ള കാര്യം ഡെയിലി കുർബാന കൂടാൻ സാധിക്കും. പ്ലസ് എല്ലാ വിശേഷ ദിവസങ്ങളിലെയും തിരുക്കർമ്മങ്ങളിൽ മൊത്തമായും പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. റെസിഡൻസിന് ആവശ്യമെങ്കിൽ TV, ഫ്രിഡ്ജ്, AC തുടങ്ങിയ എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ട എല്ലാ അസിസ്റ്റൻസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. കറണ്ട് ഇല്ലാത്തപ്പം ജനറേറ്റർ സർവീസും ഉണ്ടാകും. റെസിഡൻസിൻ്റെ ഓൺ റിക്വസ്റ്റിൽ സ്റ്റിച്ചിങ്ങിന് ടൈലറിനെയും ബ്ലഡ് ചെക്കപ്പിന് ലാബ് ടെക്നീഷ്യനെയും ഒക്കെ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് റൂമിൽ എത്തിച്ചു തരും. സെയിന്റ് മാത്യൂസിൽ ബ്യൂട്ടി പാർലറും സ്പാ സെൻറ്ററും ഒക്കെ ഉണ്ട്. റെസിഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ബ്യൂട്ടീഷ്യൻ വിത്ത് ഓൾ റിക്വയർഡ് ഐറ്റംസ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ദിവസം ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടുത്തെ റെസിഡൻസിന് ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഷോപ്പിങ്ങിനോ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാനോ റിലേറ്റീവ്സിന്റെ ഹൗസിൽ പോകാനോ ഇനി അതല്ല ഒരു ട്രിപ്പിന് പോകാനാണെങ്കിൽ പോലും സാധിക്കും. സ്വന്തമായി കാറുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ സെയിന്റ് മാത്യൂസിന്റെ ഉത്തരവാദിത്വത്തിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആക്കി തരും. അത് പേയ്മെന്റ് ചെയ്താൽ മതി.
റെസിഡൻസിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേയിലോ അല്ലെങ്കിൽ സെയിൻറ്റ് മാത്യൂസിൽ തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കണം. അത് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൻറ്റ് മാത്യൂസ് അറേഞ്ച് ചെയ്തും അതിനും എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നുള്ള കാര്യം, ഇവിടുത്തെ റെസിഡൻസിന് എപ്പോൾ വേണമെങ്കിലും മക്കളുടെ അടുത്ത് പോകാം. പ്ലസ് മക്കൾക്ക് ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ ഡെയിലി ഓർ മന്ത്ലി പേയ്മെൻറ്റോടുകൂടി എക്സ്ട്രാ റൂംസ് എടുത്ത് പേരൻസിൻ്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കാവുന്നതാണ്. ഇത്രയും പേയ്മെൻറ്റ് കൊടുത്ത് ഇവിടുത്തെ റെസിഡൻ്റ് ആകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ റൂംസും ഫെസിലിറ്റീസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പേയ്മെൻറ്റോടുകൂടി ട്രയൽ ചെയ്ത് നോക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഒരു ഫ്ലാറ്റിലാണ് അമ്മ കഴിയുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റിലെ റൂമിലാണ് അമ്മ ഇവിടെയും കഴിയുന്നത്. കിച്ചണും ലിവിംഗ് റൂമും ഇല്ലാന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഒരു ഫ്ലാറ്റിൽ കിട്ടുന്നതിലും എല്ലാ സൗകര്യങ്ങളും സുരക്ഷിതത്വവും എൻ്റെ അമ്മയ്ക്ക് സെൻറ്റ് മാത്യൂസിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് എപ്പോൾ വിസ കിട്ടുമ്പോഴും ഞങ്ങൾ അമ്മേനെ ഞങ്ങളുടെ അടുത്തേക്കും കൊണ്ടുവരുന്നു. ഞങ്ങൾക്ക് പറ്റുമ്പോഴെല്ലാം ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഇവിടെയും വരുന്നു. അതും കൂടാതെ വീഡിയോ കോളിലൂടെ ഡെയിലി മണിക്കൂറുകളോടും മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ അമ്മ സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ അമ്മ ഇവിടെ റിയലി ഹാപ്പിയാണ്, സേഫാണ്.